ഗോപൻ സ്വാമിയുടെ സമാധിയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദം ചെറുതല്ല. ഒരു മരണം കൊലപാതകമാണെന്ന് ആരോപിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ആ കുടുംബത്തിനുണ്ടാക്കിയ മുറിവ് വളരെ വലുതാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ചേട്ടൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിനെതിരെ വലിയ വിമർശനങ്ങളും പ്രത്യേകിച്ച് ട്രോളുകളായിരുന്നല്ലോ ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട്. ആ കുടുംബത്തെ ട്രോളുകയും അതിലൂടെ എങ്ങനെ ഈ ഹൈന്ദവ സംസ്കാരത്തെയും ഈ ഹിന്ദുക്കളെയും എങ്ങനെ അപമാനിക്കാം എന്ന രീതിയിലുള്ള ഒരു റിസർച്ച് ആയിരുന്നു ആ സംഭവം. അതെ, ആ റിസർച്ചിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ കടന്നുപോയവരെല്ലാം ഇപ്പോൾ എങ്ങോട്ട് ഓടി ഒളിച്ചു എന്നാണ് ഇന്നത്തെ ദിവസം നാം തിരക്കേണ്ടത്. അവരെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. തുടക്കം തന്നെ എല്ലാവരും മുങ്ങി. കാരണം ഈ തുടക്കം തന്നെ ഈ സമാധിയെ കുറിച്ച് ഉയർന്നു വന്നപ്പോൾ അന്ന് അവിടെ നാട്ടുകാരെന്ന രൂപേണ അവിടെ പലരും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് SDPIക്കാരാണ്, സഖാക്കളായിരുന്നു. അവർക്കായിരുന്നു നാട്ടുകാരെന്ന പേരിൽ അവിടെ എത്തി ഇത് പൊളിക്കേണ്ട പ്രധാന ആവശ്യം. നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ നാട്ടുകാരാണെന്ന് ആയിരുന്നു അവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതികരണം എടുക്കുന്നത്. ആ നാട്ടുകാരെല്ലാം ഈ വലിയ ജനക്കൂട്ടത്തെയും പോലീസിനെ അകമ്പടിയെയും എല്ലാം കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം വീട്ടിനുള്ളിലായിരുന്നു. അത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ അവിടെ വന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളാകുകയും ഒരു കുത്തിത്തിരിപ്പ്, ഇപ്പോൾ കുത്തിത്തിരിപ്പാണല്ലോ ഈ പല രാഷ്ട്രീയം ഒന്ന് നടത്താമെന്ന രീതിയിൽ, പ്രത്യേകിച്ച് ആ ശിവൻ ഒരു ട്രോളല്ലേ മറ്റേ ഗോപൻ സ്വാമിയുടെ ഭാര്യ ഇങ്ങനെ ഓം ശിവ അങ്ങനെ എന്തെല്ലാം വിളിച്ചു, അതെല്ലാം ഇപ്പൊ വലിയ ട്രോളാണ്. ശിവോഹം. അതെ, അതിനൊന്ന് നമുക്കൊന്ന് താങ്ങുകയും ചെയ്യാം, നമുക്കൊരു ഗുണവുമാകുമെന്ന രീതിയിലുള്ള വലിയ പണി. അപ്പൊ അതിനെല്ലാം പിന്നാലെ തന്നെ അന്ന് ഇത് പൊളിക്കുകയുണ്ടായി. സമാധി പൊളിച്ചു, ശരീരം പുറത്തെടുത്ത് പരിശോധന നടത്തി. അതിന് പ്രാഥമിക റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമായിരുന്നു അതൊരു സ്വാഭാവിക മരണമാണെന്ന്. അതിൽ കൂടുതൽ തന്നെ ഇന്ന് വ്യക്തത വന്നിട്ടുണ്ട് പരിശോധനയിൽ നിന്നും. അങ്ങനെ പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സ്വാഭാവിക മരണം സംഭവിച്ചിരിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലത്തിനാണ് പോലീസ് കാത്തിരുന്നത്. ഇപ്പോൾ ആ റിപ്പോർട്ടാണ് പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നൊരു ആ കുടുംബവും അവരുടെ വക്കീലും ബാക്കിയുള്ള അവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം അടിസ്ഥാനത്തിൽ അവരെല്ലാം ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി പ്രവർത്തിച്ച, അങ്ങനെ ആ കുടുംബത്തെ വേട്ടയാടിയപ്പോൾ മാധ്യമങ്ങളും പോലീസും ചില ഇടത് ജിഹാദി ഗ്രൂപ്പുകളും വേട്ടയാടിയപ്പോൾ അവർക്ക് തണലായി നിന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സ്വാഭാവിക മരണം തന്നെ. ആത്മീയ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു സാധുവിന്റെ അന്ത്യാഭിലാഷം നിയമത്തിന്റെ നൂലാപാലകളിലേക്ക് വലിച്ചിഴച്ചവർക്ക് ഒടുവിൽ കനത്ത തിരിച്ചടി. നെയ്യാറ്റിൻകര ആറാലുമൂട്ടിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ യാതൊരുവിധ ദുരൂഹതകളും ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 100% സ്വാഭാവിക മരണം തന്നെയെന്ന് വിധിയെഴുത്തു. മരണത്തിന്റെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു. ഈ ഘട്ടത്തിലെങ്കിലും എന്തിനായിരുന്നു അനാവശ്യ വിവാദങ്ങൾ അതുണ്ടാക്കിയവർ ചിന്തിക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. ഇത് വാർത്ത നൽകിയവരെ കുറിച്ച് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ചില ഈ നമ്മുടെ സുഡാപ്പി ചാനലിന്റെ പ്രൊഡക്റ്റുകളാണ് ഈ ചാനലിന്റെ വാർത്തയ്ക്കെല്ലാം പിന്നിൽ. അവർ കൃത്യമായി തന്നെ അജണ്ട ഉണ്ടായിരുന്നു. അവർ ഈ ആ മരണത്തിന് പിന്നാലെ തന്നെ അതൊരു പ്രത്യേക ഒരു അജണ്ട, ദുരൂഹത ഉണ്ടാക്കി പ്രത്യേക ഒരു അജണ്ട വെച്ചുള്ള ന്യൂസ് ആയിരുന്നു. പക്ഷെ ആ മക്കൾ ഉറച്ചു നിന്നു. അവരെ എല്ലാവരും തുടക്കം തന്നെ നമുക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ കുടുംബം പറയും പോലെ തന്നെ ആദ്യം അവർക്ക് വിഷമമുണ്ടായിരുന്നു. അത് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ചുള്ള വിഷമങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. ഈ മൃതദേഹം ഈ സ്വാമിയുടെ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് ആദ്യം തുടക്കം എതിർപ്പായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വക്കീലും ഈ വിഷ്ണുപുരം ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞു നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന രീതിയിലാണ് അന്ന് കളക്ടറിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം അവിടെ എത്തി അത് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായി. പൊളിച്ച് പരിശോധന നടത്തി. പിന്നീട് ആ മൃതദേഹത്തിൽ വീണ്ടും സമാധി പരിശോധന, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിശോധിച്ചപ്പോൾ ദേഹത്ത് ഒരു മുറിവുകളുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മൃതദേഹം വിട്ടുകൊടുക്കുന്നു. പിന്നീട് കണ്ടത്
പല മുതിർന്ന സന്യാസിമാരും ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അതിനെ ചടങ്ങുകളിലൂടെ തന്നെ ആ മഹാസമാധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രദേശത്ത് മുൻപ് തന്നെ ഇത്തരം കലാപങ്ങളെല്ലാം ഉണ്ടായ ഒരു മേഖലയാണ്. അവിടെ ന്യൂനപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ സമാധി ആയ ഗോപൻ സ്വാമിയുടെ വീട്ടിന് മുന്നിൽ കുറച്ചു മുൻപിൽ തന്നെ ഒരു കാവുണ്ട്. അതോടൊപ്പം തന്നെ സമീപത്ത് ഒരു ശിവക്ഷേത്രം. ഈ കാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഈ ന്യൂനപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അതെ. കാരണം ഈ റോഡിന് സൈഡിൽ ആണ് ഈ കാവിരിക്കുന്നത്. അപ്പോഴേക്കും മറ്റ് സ്ഥലക്കച്ചവടം എല്ലാം നടത്തുകയാണെങ്കിൽ അത് പണ്ടേ ഉള്ള ഒരു പ്രശ്നമാണല്ലേ. പലർക്കും ഈ ക്ഷേത്രത്തിന്റെ സമീപമെല്ലാം വന്ന് ഭൂമി അത് ഹിന്ദുക്കൾക്ക് കൊണ്ട് ബുദ്ധിമുട്ട്, അത് മറ്റു സമുദായത്തിന് മാത്രമല്ല ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നത് അത്തരം ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. ആ ബുദ്ധിമുട്ട് ചില ന്യൂനപക്ഷങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാവും അവിടുത്തെ പരിസരവും ക്ഷേത്രങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഈ കുടുംബമാണ്. ഈ കുടുംബത്തെ പൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അത് നശിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ തങ്ങൾ എന്താണോ അവിടെ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു. അത് മുന്നിൽ കണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ആ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുന്ന സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങളെല്ലാം അതൊന്ന് ഏറ്റെടുത്ത് പിന്നെ ഈ ഗോപൻ സ്വാമി ഈ ഗോപൻ സ്വാമിയെ ഈ രണ്ട് മക്കളും ഗോപൻ സ്വാമിയുടെ ഭാര്യയും ചേർന്ന് എന്തോ തല്ലിക്കൊന്ന് സമാധിയാക്കി, അതുകൊണ്ട് എന്തോ ഒളിപ്പിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ചില സംശയങ്ങളുണ്ട്. ഈ മൃതദേഹം ഇതിനുള്ളിൽ തന്നെ ഉണ്ടോ എന്നും പലരും അതെ ഈ രാവിലെ ലൈവിൽ നിൽക്കുന്നവർ ഈ മൃതദേഹം ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയിച്ചാണ് കൊടുക്കുന്നത്. ചിലപ്പോ ഇനി ഗോപൻ സ്വാമി ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയിട്ടോ എന്ന രീതിയിൽ വരെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ചർച്ചയ്ക്കെല്ലാം പരിഹാരമായി മക്കൾ പറഞ്ഞത് എന്താണോ അത് തന്നെയായിരുന്നു സത്യം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ പ്രത്യേകിച്ച് അവിടത്തെ ഈ ഭൂരിപക്ഷ സമുദായത്തിനൊന്ന് ഐക്യപ്പെടുത്തുവാനും ഈ സംഭവം ഉപകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ എനിക്കറിയാം ആ പ്രദേശം, വഴിമുക്ക് പ്രദേശം പണ്ട് നിരവധി വർഗീയ കലാപങ്ങൾക്ക് സാക്ഷിയായ വലിയ ആക്രമണങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് അത്. വലിയ തോതിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അല്ല, ഗോപൻ സ്വാമി ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. ഇത് ഒരു കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. പിന്നെ കോടതി അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു. അദ്ദേഹം പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായിരുന്നു. ആ ശക്തിയെ തന്നെയാണ് അവസാനം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് വേട്ടയാടി. അദ്ദേഹം മുൻപ് ജീവിച്ചിരുന്നപ്പോൾ വിജയിച്ചു വന്നതുപോലെ തന്നെ മരിച്ചപ്പോഴും തന്റെ ഒരു സത്യം ജയിച്ചു. അതോടൊപ്പം തന്നെ ഇതൊരു ചെറിയൊരു സംഭവമായി ചുരുങ്ങി പോകുന്നതിനെ ലോകമറിയുന്ന ഒരു സംഭവമായി മാറി. അവിടുത്തെ ഹിന്ദു ഐക്യത്തിൽ അത് ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. ഇത് പൊതുവെ ഈ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ, ഈ നെയ്യാറ്റിൻകര, കാട്ടാക്കട തുടങ്ങി അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ഭാഗങ്ങളിലെല്ലാം ഇത്തരം ഈ കുടുംബങ്ങളിൽ വെച്ചാരാധനയുണ്ട്. അതിന് പറയുന്ന വാക്ക് തന്നെ എങ്ങനെയാണ്, വെച്ചാരാധന എന്നാണ്. നമ്മൾ ഈ കുറച്ച് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മച്ചിൽ ഭഗവതി എന്നൊക്കെയുള്ള സങ്കല്പമുണ്ട്. മലബാറിലും ഒക്കെ ഉണ്ട്, അത് നമ്മുടെ മധ്യ കേരളത്തിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ തെക്കിനി, വടക്കിനി, ഇങ്ങനെ ചില സങ്കല്പങ്ങളുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഈ പ്രദേശത്ത്, ഈ നെയ്യാറ്റിൻകര തുടങ്ങിയ ആ പ്രദേശത്ത്, തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ തെക്കത് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പൊ അവിടെ പൂജയൊക്കെ നടത്തുന്ന ആളെ ഒരു യോഗീശ്വരനായിട്ടാണ് കാണുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ സമാധി ഇരുത്തും. എന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ അവിടെ നടത്തുന്ന ഉത്സവത്തിന് പറയുന്ന പേര് കൊടുതി എന്നാണ്. കൊടുതി നടത്തുക എന്നാണ് അവർ പറയുക. അതൊരു കൊളോക്കിയലായിട്ടുള്ള ഒരു പ്രയോഗമാണ്, ഒരു പദമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ആചാര അനുഷ്ഠാനം അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഈ ഹിന്ദു സമുദായത്തിന് സംഘടനകൾക്ക് ഒരു വീഴ്ച പറ്റി. കാരണം ഇവരൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ അങ്ങ് വേട്ടയാടാൻ വിട്ടുകൊടുക്കുക. പിന്നെ അവസാന ഘട്ടത്തിലാണ് ഈ മാധ്യമങ്ങളിലൂടെ ചർച്ച വന്നപ്പോഴാണ് വലിയ എതിർപ്പ് വന്നപ്പോഴാണ് അവസാനം പോയി. കാരണം ആ കുടുംബത്തെ അങ്ങ് വേട്ടയാടുകയാണ്. പുറത്തു നിന്നുള്ളവരെല്ലാം വന്ന്, ചില ഗ്രൂപ്പുകളെല്ലാം വന്ന് അവർ പറയുകയാണ് ഇവിടെ ഒന്നുമില്ല, അവർ അടിച്ചു കൊന്നതാണ്. പക്ഷെ ആ കുടുംബം മാത്രം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെന്താ തീവ്രവാദികളാണോ? ഇവിടെ തീവ്രവാദികൾ അല്ലേ സംരക്ഷിക്കുകയാണ്. പിന്നെ LDF ഉൾപ്പെടെയുള്ളവർ പല വേദികളിലും കൊണ്ട് അങ്ങ് എഴുന്നള്ളിക്കുകയാണ് വർഷങ്ങളായി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങ് ഒരു കുടുംബത്തെ നൂറുകണക്കിന് പോലീസും കളക്ടറും ഉൾപ്പെടെയുള്ളവർ ഇതാരാണ്, ഇതെന്താണ് സംഭവിക്കുന്നത് എന്നതിന് അത്ഭുതപ്പെടുന്ന സാഹചര്യം. അത് ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവസാനമായിട്ട് പരിഗണിച്ചു. ആ കുടുംബം എന്താണോ പറഞ്ഞത് അത് തന്നെ സത്യമായിരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണം തന്നെ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്.